പ്രപഞ്ചത്തിന്റെ താളം നിലനിർത്തുകയാണ് ധർമ്മത്തിന്റെ ലക്ഷ്യമെങ്കിൽ വികസനത്തിന്റെ പേരിൽ മലകളായ മലകളും വനപ്രദേശങ്ങളും നശിപ്പിക്കുന്നത് എങ്ങനെ കാണാൻ സാധിക്കും? ഇവിടെ വ്യക്തിക്കായാലും സമാജത്തിനായാലും അവശ്യ ഹിംസ കൂടാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ആ അവശ്യ ഹിംസ എത്ര കണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ജീവികൾ മരിക്കുന്നുണ്ട്. ഞാൻ വെള്ളം തിളപ്പിക്കുമ്പോൾ, ഞാൻ വെള്ളം കുടിക്കുമ്പോൾ കോടിക്കണക്കിന് സൂക്ഷ്മ ജന്തുക്കൾ മരിക്കുന്നുണ്ട്. ഞാൻ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് ജീവികൾ മരിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഒരു ജീവിക്കും ഈ ലോകത്തിൽ നിലനിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവശ്യ ഹിംസ കൂടാതെ ജീവിക്കാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ അതേ ഞാൻ എന്നിൽ നിന്ന് ഭിന്നമായി സന്തോഷമായി കഴിയുന്ന ഓരോ ജന്തുവിനെയും പോയി കൊല്ലാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് കൊല്ലുകയാണെങ്കിലോ അത് അവശ്യ ഹിംസയല്ലാതെ ഹിംസയാണ്, പാതകമാണ്. ഈ അടിസ്ഥാനമായ കാഴ്ചപ്പാടിൽ ഇരുന്നു കൊണ്ട് വേണം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ചെയ്യുന്ന എല്ലാ വ്യാപാരങ്ങളെയും നോക്കി കാണാം. എല്ലാ ജീവികളുടെയും ജീവസന്ധാരണത്തിന് വേണ്ട വ്യവസ്ഥ ഈ പ്രകൃതിയിൽ സ്വതവേ ഉണ്ട്. ആ താളത്തിനനുസൃതമായിട്ട് നമ്മൾ ജീവിക്കുക വേണം. ആ താളത്തിനനുസൃതമായിട്ട് ഒരു മേഖലയിലുള്ളത് മറ്റൊരു മേഖലയിൽ ശരിയാവില്ല. എങ്കിലും ഒരു ദൃഷ്ടാന്തം പറയട്ടെ. ഇവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥൻ വലിയൊരു സ്ഥലം ഏറ്റെടുത്ത് അവിടെ ഒരു 50 ഫ്ലാറ്റ് വെക്കുന്നു എന്ന് വെച്ചു, അല്ലെങ്കിൽ ഒരു 50 വില്ല വെക്കുന്നു എന്ന് വെച്ചു. അവനവിടെ 500-600 മരം മുറിച്ച് മാറ്റേണ്ടി വരും. അവനത് വെക്കുന്നു. ഇതേ കാഴ്ച നമുക്ക് തൽക്കാലം അമേരിക്കയിലേക്ക് പോയിട്ട് കാണാം. അവിടെ ഇതേപോലെ അവൻ തന്നെ ഒരു വില്ല വെക്കുകയാണ്. അവൻ 600 മരം മുറിക്കണമെങ്കിൽ 1800 വൃക്ഷത്തൈകൾ വേറെ നട്ട് പിടിപ്പിച്ച് അവ തളിർത്ത് വരുന്ന വീഡിയോ സമർപ്പിച്ച ശേഷം മാത്രമേ ഈ 600 എണ്ണം മുറിക്കാൻ പെർമിഷൻ കിട്ടൂ. അല്ലേ കിട്ടില്ല. 1800 3 വൃക്ഷത്തൈകൾ വെട്ടി അമേരിക്കയിൽ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭൂരിഭാഗം സ്റ്റേറ്റിലും ഉണ്ട് ഇത്. എന്നിട്ട് ആ റിപ്പോർട്ട് സഹിതം പോയാലേ ഇയാൾക്ക് ഇത്ര വലിയൊരു ഒരു റെസിഡൻഷ്യൽ യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ശ്രീരാമനെ വനത്തിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി ഭരതൻ സസൈന്യം പോവുകയാണ്. എന്തിനാ സസൈന്യം പോകുന്നത്? തിരിച്ചു കൊണ്ടുവരേണ്ടത് അഭിഷേകം ചെയ്യപ്പെട്ട രാമനെയാണ്, മഹാരാജാവായ രാമനെയാണ്. അതുകൊണ്ട് സൈന്യം വേണം. അതുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടെ റോഡ് നിർമ്മാണം തുടങ്ങി. വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ റോഡ് നിർമ്മാണം തുടങ്ങി. 100 കണക്കിന് മരങ്ങൾ വെട്ടി നശിപ്പിച്ചു റോഡുണ്ടാക്കാൻ. പക്ഷേ വാൽമീകി മഹർഷി അവിടെ പറഞ്ഞിട്ടുണ്ട്, വൃക്ഷങ്ങളില്ലാത്ത പ്രദേശങ്ങളിൽ പുതിയ വൃക്ഷത്തൈകൾ നട്ട് പിടിപ്പിച്ചുകൊണ്ടാണ് ആ നിർമ്മാണം നടന്നത്. ഈ സന്തുലിത ഭാവം സൂക്ഷിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ വ്യവഹാരങ്ങൾ നടക്കണം. അപ്പോ വികസനത്തിന്റെ പേരിൽ മലകളായ മലകൾ മുഴുവൻ പൊടിക്കുമ്പോൾ അതിമാരകമായ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇത് പറയുന്ന സമയത്ത് ഈയിടെ നമ്മളെ വിട്ടുപോയ മഹാനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഗാഡ്ഗിലിനെ ഓർമ്മിക്കുക എല്ലാവരും. അദ്ദേഹം സഹ്യപർവ്വത നിരകളിൽ ഒരു മരവും മുറിക്കരുതെന്നോ ഒരു മലയും പൊട്ടിക്കരുതെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ സഹ്യനെ
3 ലെയേഴ്സായി വിഭജിച്ചു. അതിൽ നമ്പർ 1 ലെയറിൽ തൊടാൻ പാടില്ല മനുഷ്യൻ, അവിടെ ഒരു കുടിൽ പോലും കെട്ടാൻ പാടില്ല, അവിടുന്ന് ഒരു കല്ല് പോലും എടുക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചു. 2ാം ലെയറിൽ ചെറിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാവാം, പക്ഷേ ഒരു കാരണവശാലും ബഹുനില കെട്ടിടങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു. 1ാം ലെയറിൽ അത്യാവശ്യം നിങ്ങൾ പാറ പൊട്ടിച്ചോളൂ എന്ന് പറഞ്ഞു. ഇത് പ്രകൃതിയുടെ ഒരു ദോഹനത്തിൻ്റെ മനഃശാസ്ത്രമാണ്. ദോഹനത്തിൻ്റെ ഇവിടെ നിങ്ങൾ ഇതേ പാറ ഇവിടെ പൊട്ടിച്ചു വെച്ചാൽ അപ്പുറത്ത് ഈ പ്രകൃതി മാതാവ് പുതിയ പാറ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രകൃതി ലക്ഷക്കണക്കിന് കൊല്ലങ്ങളെ കൊണ്ട്, കോടിക്കണക്കിന് കൊല്ലങ്ങളെ കൊണ്ട് ഇപ്പൊ പൊടി മണ്ണായിരിക്കുന്ന സ്ഥലം ഹാർഡാവും, ഹാർഡ് റോക്കായി മാറും. ആ താളത്തിനനുസൃതമായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ വീടുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ വിഷമാണ്. ഏറ്റവും കുറച്ച് ആഘാതം നൽകിക്കൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനം. റോഡ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ശരിയല്ല, നമുക്കാർക്കും ജീവിക്കാൻ പറ്റില്ല. റോഡ് വേണം, കെട്ടിടങ്ങൾ വേണം, എല്ലാം വേണം. പക്ഷെ എത്ര ആഘാതം കുറയ്ക്കാമോ അത്ര ആഘാതം കുറച്ചുകൊണ്ടായിരിക്കണം. ഇതിൽ പ്രത്യേകിച്ച് ഗൃഹനിർമ്മാണത്തിൽ പുതിയ കാഴ്ചപ്പാടുകളെ നമ്മൾ അവലംബിച്ചേ മതിയാവും. ഉദാഹരണം പറഞ്ഞാൽ അമേരിക്ക ആവട്ടെ, കാനഡ ആവട്ടെ, ഓസ്ട്രേലിയ ആവട്ടെ, യൂറോപ്പ് ആവട്ടെ, അവിടുത്തെ വീട് നിർമ്മാണത്തിൽ എത്ര വലിയ വീടാണെങ്കിലും ഏറി വന്നാൽ 1 or 2 ലോഡ് മെറ്റൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്, ബേസ്മെന്റിന് മാത്രം. അത്രയ്ക്കേ സിമെന്റ് ഉപയോഗിക്കുന്നുള്ളൂ, വേറെ സിമെന്റ് ഉപയോഗിക്കുന്നില്ല, മെറ്റൽ ഉപയോഗിക്കുന്നില്ല. അത് തന്നെ പുതിയ സങ്കേതമനുസരിച്ച് ബേസ്മെന്റ് മുഴുവൻ ഉണ്ടാക്കണില്ല, ഈ പില്ലർ വരുന്ന സ്ഥലത്ത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ ബോർഡുകളും മരവുമാണ് ഉപയോഗിക്കുന്നത്, മുഴുവൻ. ചിലർ ചോദിക്കും, സ്വാമി വിചിത്രം പറഞ്ഞു, ഞങ്ങൾ ധാരാളം കാണുന്നുണ്ടല്ലോ 10-100 നില കെട്ടിടങ്ങൾ അമേരിക്കയിലൊക്കെ. തീർച്ചയായിട്ടും ഉണ്ട്. ഡൗൺ ടൗണുകളിൽ മാത്രം, ഓരോ സിറ്റിയുടെയും മെയിൻ സിറ്റി സെന്ററിൽ മാത്രമാണ് ബഹുനില കെട്ടിടങ്ങളുള്ളത്. വേറൊരു സ്ഥലത്തുമില്ല. അമേരിക്കയിൽ ഉടനീളം, കാനഡയിൽ ഉടനീളം, ഓസ്ട്രേലിയയിൽ ഉടനീളം സഞ്ചരിച്ചിട്ടാണ് പറയുന്നത്, വെറുതെ പറയല്ല. സിറ്റി സെന്റേഴ്സിൽ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. ബാക്കി എത്ര കോടീശ്വരൻ്റെ വീടായാലും 1 നില 2 നില എല്ലാം മരം കൊണ്ട് ഉപയോഗിച്ചതാണ്. എന്ത് മനോഹരങ്ങളായ വീടുകളാണ്. നിർമ്മാണ ചെലവ് എത്ര കുറവാണ്. നിർമ്മാണ ചെലവ് വളരെ കുറവ്. മാക്സിമം ഒരു 2 മാസം കൊണ്ട് വലിയൊരു വീടിൻ്റെ പണി കഴിയും. പക്ഷെ നമ്മളിവിടെ ചെറിയൊരു മുറി ഉണ്ടാക്കണമെങ്കിൽ പോലും ഒരു വലിയ മല അടിച്ച് പൊട്ടിച്ച് അതിൻ്റെ കോൺക്രീറ്റ് കൊണ്ടിട്ടു, എന്നിട്ടോ ചുട്ടു പൊള്ളിയിട്ട് അതിനുള്ളിൽ ഇരിക്കാൻ പറ്റില്ല എന്നും പറയും. അപ്പം അതുകൊണ്ട് ഗൃഹനിർമ്മാണ വിഷയത്തിലും മറ്റും നമ്മുടെ കാഴ്ചപ്പാടുകളൊന്നും മാറണം. ഇത് 1-2 വിചാരിച്ചാൽ സാധിക്കില്ല. ഇപ്പോൾ ഒരാൾ വിചാരിച്ചിട്ട് ഇവിടെ ബോർഡ് ഹൗസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ, ഒരു മരത്തിൻ്റെ വീട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ അയാൾക്ക് നിർമ്മാണ ചെലവ് താങ്ങാനാവില്ല. നേരെ മറിച്ച് സമൂഹം ആ വിഷയത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ വ്യവസ്ഥാ മാറ്റം മറ്റ് രാജ്യങ്ങളിലുള്ളതുപോലെ ഇവിടെയും സംഭവിക്കും. ജനങ്ങളുടെ ആരോഗ്യം കൂടും, പ്രകൃതി ചൂഷണം കുറയും, നിർമ്മാണ ചെലവ് കുറയും. ഇതിനുള്ള മാറി ചിന്തിക്കലിന് സമൂഹത്തിന് പ്രേരണ നൽകണം. ചിലർ പറയും, സ്വാമി മഴ കൂടിയ സ്ഥലത്തൊന്നും പറ്റില്ല, വെറുതെ വിചാരിക്കുക. ഏറ്റവും ആഘാതം കുറഞ്ഞ നിർമ്മാണ ശൈലികൾ നമ്മൾ അവലംബിക്കണം. അതുകൊണ്ട് ഒട്ടും മല ഇടിക്കരുതെന്ന് പറയാൻ എനിക്ക് അധികാരമില്ല.
നമുക്ക് ആർക്കും അധികാരമില്ല. കാരണം നമ്മളൊക്കെ അത്തരം വീടുകളിൽ താമസിക്കുന്നവരാണ്, അത്തരം നിർമ്മാണ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. ഞാനിപ്പോൾ ഇവിടുന്ന് ട്രെയിനിന് യാത്ര ചെയ്തിട്ടാണ് മാരാരിക്കുളത്ത് ചേർത്തല ഇറങ്ങിയത്. ചേർത്തല ഇറങ്ങിയപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാൾ അവിടെ വന്ന് കൂട്ടിക്കൊണ്ടു വന്നതാണ്. ആ ട്രെയിൻ ഓടണമെങ്കിൽ തീർച്ചയായിട്ടും ട്രെയിനിൻ്റെ ആ 2 റെയിൽപാളങ്ങളുടെ ലോഡ് ശരിക്ക് അബ്സോർബ് ചെയ്യാനുള്ള മെറ്റൽ റെയിൽവേ ട്രാക്കിൽ വേണം, അല്ലെങ്കിൽ പറ്റില്ല. പാറ പൊട്ടിക്കരുത് പറഞ്ഞിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ തിരിച്ച് ഞാൻ റോഡിലാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ റോഡ് ഉണ്ടാക്കണമെങ്കിൽ മെറ്റൽ വേണം. റോഡ് അല്പം പൊട്ടിപ്പൊളിഞ്ഞതായ അപ്പം ഞാൻ സർക്കാരിനെ കുറ്റം പറയും. അതുകൊണ്ട് പ്രായോഗികമായൊരു സമീപനം എന്നുള്ളത് അവിടെയാണ് ദോഹനം എന്ന കാഴ്ചപ്പാട്. പരമാവധി ആഘാതം കുറച്ചുകൊണ്ടുള്ള സങ്കേതങ്ങളെ പുതുതായി കണ്ടെത്തുകയും ആ പരിവർത്തനങ്ങളെ സമാജം ഉൾക്കൊള്ളുകയും വേണം. തീർച്ചയായിട്ടും ഈ ദിശയിൽ ധാരാളം ചിന്തകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ സർക്കാർ ഉദാഹരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിൽ തന്നെ 10% ഒക്ടെയിൻ ചേർത്ത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന പെട്രോള് 90% ഉള്ളൂ ഇപ്പോൾ പെട്രോളിയം, 10% ഒക്ടെയിനാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ആ ആഘാതം കുറച്ച് കൊണ്ടുവരിക, സസ്യോൽപ്പന്നങ്ങളിലേക്ക് പോകും. അതേ നമുക്ക് സാധിക്കും. സിദ്ധാന്തം കുറേ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, പ്രായോഗികമായി. ഇവിടെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ പരമാവധി ഈ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന പ്രവർത്തനം ചെയ്യുക. ഈ കൂട്ടത്തിലുള്ളവരോട് ഒന്ന് മാത്രം പറയട്ടെ, നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ എത്ര രൂപ അതിന് നീക്കി വെക്കുന്നുണ്ട്? കടം വാങ്ങിയിട്ടാണെങ്കിലും കയ്യിലുള്ളതാണെങ്കിലും അതിൽ 1% പൈസ, 1% ഞാൻ ചോദിക്കുന്നുള്ളൂ. വെള്ളം ഭൂമിക്ക് തിരിച്ചു കൊടുക്കാൻ ഉപയോഗിച്ചുകൂടെ? ഒരു തുള്ളി വെള്ളം പോലും എൻ്റെ പറമ്പിൽ നിന്ന് കടലിലേക്ക് പോവില്ല. അത് റീചാർജ് ചെയ്യാൻ ഉപയോഗിക്കും എന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്തൂടെ? ഈ വരുന്ന മഴക്കാലത്തെങ്കിലും ഒരു 10 വൃക്ഷത്തൈകൾ നമുക്ക് വെച്ച് പിടിപ്പിച്ചൂടെ? ചോദ്യമാണ്. അങ്ങനെ ഓരോ വ്യക്തിയും ഹൃദയത്തിൽ നിന്ന് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാമെങ്കിൽ വലിയ പരിവർത്തനം നമുക്ക് വരുത്താൻ കഴിയും. എന്നാലും ഇന്നത്തെ ഒരു ജീവിത ക്രമത്തിൽ പരിസ്ഥിതിക്ക് ആഘാതം കൊടുക്കാതിരിക്കുക എന്നുള്ളത് സാധിക്കില്ല. മിനിമം ആഘാതമാക്കുക എന്നുള്ളതേ സാധിക്കുള്ളൂ. മറ്റത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്ന ചുറ്റുപാടിൽ തന്നെ എത്ര മഹായുദ്ധങ്ങളാണ് നടക്കുന്നത്, എത്ര മഹായുദ്ധങ്ങളാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പരിസ്ഥിതിക്ക് ആഘാതം ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പരമാവധി കുറയ്ക്കുക, അത്രേ പറയാൻ പറ്റൂ. വനപ്രദേശങ്ങൾ നശിപ്പിക്കുന്നത് അത്യപകടം. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതിനനുസരിച്ച് വൃക്ഷത്തൈകളും വള്ളിപ്പടർപ്പുകളും ഒക്കെ വെച്ച് പിടിപ്പിക്കുക. ഈ ഒരു കൂട്ടത്തിൽ കുടുംബപരമായിട്ട് തറവാട്ട് വകയിലൊക്കെ ഒരു 1/2 ഏക്കർ ഭൂമിയുള്ള ആൾക്ക് ഒരു 5 സെന്റെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാം വള്ളിപ്പടർപ്പ് വൃക്ഷങ്ങൾ ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഒരിക്കലും നഷ്ടം വരില്ല. 50 സെന്റ് കൃഷി ചെയ്യുന്നതിന് പകരം 45 സെന്റ് കൃഷി ചെയ്യും. 5 സെന്റ് ഒരു കൃഷിയും ചെയ്യാതെ വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുമായിട്ട് വെച്ചേക്കും. ഈ 45 സെന്റിലേക്കുള്ള വെള്ളവും അവിടുന്ന് കിട്ടും. അവിടെയുള്ള വന്നു ചേരുന്ന ചെറിയ സൂക്ഷ്മ ജീവികളിലൂടെ ഈ ബാക്കിയുള്ള 45 സെന്റിലും പരാഗണം നടന്ന് നല്ല ഫലങ്ങൾ ഉണ്ടാവും. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആഘാതം പരമാവധി കുറയ്ക്കുക നമ്മുടെ പരിശ്രമത്തിലൂടെ. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം.